പാലക്കാട് നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന കുറേ ഫ്രെയിമുകളുണ്ട്. ഇതെല്ലാം അതേപടി പകർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ കൊല്ലങ്കോട് പോയിട്ട് ബസ് ഇറങ്ങിയാൽ മതി. ഡിസ്കവർ പാലക്കാട് എന്ന് പറഞ്ഞിട്ട് ട്രാവൽ ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യുണ്ടായി. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള പാലക്കാട്ടുകാർ എന്ന് പറയുന്നൊരു കൂട്ടായ്മ, ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്. ഞങ്ങൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കൊല്ലങ്കോട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ 7:30 ആയപ്പോഴേക്കും നമ്മൾ പറഞ്ഞുറപ്പിച്ച കുടിലിടം എന്ന് പറയുന്ന കൊല്ലങ്കോട്ടെ ഒരു സ്പോട്ടിലേക്ക് എത്തി. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇവിടെ അടുത്തുള്ളൊരു പാറപ്പുറത്തേക്ക് പോവാണ്. അവിടെ പോയി പരസ്പരം ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ആദ്യത്തെ അജണ്ട. ഒരു വലിയ തിമിംഗലം കിടക്കണ കണക്കിനുള്ള ഒരു പാറപ്പുറത്താണ് നമ്മൾ ഇരിക്കുന്നത്. അതിൻ്റെ അറ്റത്ത് ചെറിയൊരു കളപ്പുരയുണ്ട്. നെല്ലൊക്കെ ഉണക്കിയതിൻ്റെ കുറേ അവശിഷ്ടങ്ങളും പാറപ്പുറത്തുണ്ട്. ഇവിടെ ഇരുന്നുള്ള വർത്താനം പറച്ചിൽ ശരിക്കും ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിരുന്നു. എല്ലാവർക്കും കുറച്ചൊക്കെ കാര്യങ്ങൾ പരസ്പരം അറിയാൻ പറ്റി. അതിനിടയ്ക്കാണ് മഴ വന്നത്. പ്രകൃതി പറയണ പോലെ തോന്നി, കുട്ടികളെ നിങ്ങൾ വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ വെയിലടിപ്പിച്ച് നിങ്ങൾ അധികം മുഷിപ്പിക്കുന്നില്ല എന്ന്. എന്തായാലും അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനാണ് മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് സീതാർകുണ്ട് ഭാഗത്തേക്കുള്ള യാത്ര. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഹിറ്റായിട്ടുള്ള ആ സീതാർകുണ്ട് ഭാഗത്തെ നെൽവയലുകളും അതിനിടയിലുള്ള റോഡും ഒരു ചെറിയ കളപ്പുരയും, അതിൻ്റെ പല സീസണിലുള്ള ഫോട്ടോസും വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. മഴയത്തും മഞ്ഞത്തും വെയിലത്തും. എന്തായാലും ആ കാഴ്ചകളിലൂടെ നമുക്കൊന്ന് പോവാം. നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ പ്രധാന വിനോദം എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ കിട്ടിയാൽ റീലിടുക എന്നാണല്ലോ. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ റീല് ചെയ്യാമെന്നുള്ള ധാരണയിലെത്തി. അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം റീൽ എടുക്കുന്നതിന് മുമ്പ് തന്നെ കോമഡി ആയിരുന്നു. നിങ്ങൾ ആ രംഗങ്ങൾക്കൊന്ന് കണ്ടിട്ടോ. കഠിന പരിശ്രമങ്ങൾക്കൊടുവിൽ നമ്മൾ അവിടുന്ന് റീല് ചെയ്തു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും പ്രകൃതിയുടെ മട്ടുംഭാവമൊക്കെ മാറി. ഇടയ്ക്ക് കുറച്ച് വെയിലൊക്കെ വന്നു തുടങ്ങി. നമ്മളൊന്ന് ഉഷാറാക്കാനായിരിക്കും. അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് നെല്ലിയാമ്പതി മരയുടെ മുകളിൽ നിന്ന് കുറേ വെള്ളച്ചാട്ടങ്ങൾ കാണുന്നത്. ശരിക്കും ഒരു പാലരുവി ഒഴുകി വരുന്ന പോലെ സാഹിത്യമൊക്കെ പറയാൻ തോന്നി. പക്ഷെ ആലോചിച്ച് നോക്കൂ, മഴക്കാലത്ത് ഇതിൻ്റെ ഗാംഭീര്യം എന്തായിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ മനസ്സിൽ കുറിച്ചു, അടുത്ത മഴക്കാലത്ത് അടുത്ത സീസണിൽ നമ്മൾ ഇതേ സ്ഥലത്ത് വീണ്ടും വരും. കാരണം ഇവിടുത്തെ ആ ബ്യൂട്ടി ഓരോ സീസണിലും അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ സീതാർകുണ്ടിലേക്ക് നമ്മൾ പോവുകയാണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഏകദേശം 200 മീറ്റർ നമ്മൾ നടന്ന് വേണം സീതാർകുണ്ടിലേക്ക് എത്താൻ. ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ട് തന്നെ താരതമ്യേന വെള്ളം കുറവാണ്. പക്ഷേ വരുന്ന വഴിക്ക് നമ്മൾ ഫോറസ്റ്റിൻ്റെ ഒരു വാർണിംഗ് ബോർഡ് കണ്ടു. മഴക്കാലത്ത് സീതാർകുണ്ടിൽ ഇറങ്ങുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം മലമുകളിൽ മഴ പെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. വളരെ പെട്ടെന്നായിരിക്കും മലവെള്ളം ഇരച്ചെത്തുന്നത്. ശരിക്കും പാലക്കാട് പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കുറേ ഹിഡൻ ജെംസിൽ ഒന്നാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. വളരെ പെട്ടെന്നൊന്നും കണ്ടുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. വണ്ടി നിർത്തി നമ്മൾ കുറേ ദൂരം നടന്ന്, ആ നടക്കൽ തന്നെ ശരിക്കും ഒരു കാട്ടുപാതയിൽ കൂടെയാണ്. മരങ്ങളും വള്ളിപ്പടർപ്പുകളും അതിൻ്റെ ഇടയിൽ കൂടെ നെല്ലിയാമ്പതി മലനിരകളുടെ ഇടയ്ക്ക് കിട്ടുന്ന കുറേ ദൃശ്യങ്ങളും എല്ലാം കൂടെ ചേർന്ന് നമ്മൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കുളിർമയുണ്ട് മനസ്സിന്. സീതാർകുണ്ടിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരുന്നപ്പോഴേക്കും ഉച്ച നേരമായി. എല്ലാവരും ഗ്യാസ് പോയിട്ടുണ്ട്, നല്ല വിശപ്പുമുണ്ട്. നമ്മൾ ഭക്ഷണം ഏൽപ്പിച്ചിരിക്കുന്നത് കൊല്ലങ്കോട് തന്നെയുള്ള എടച്ചിറ എന്ന് പറഞ്ഞൊരു കവലയിലാണ്. ഒരു തനി പാലക്കാടൻ കവല എന്ന് വേണമെങ്കിൽ പറയാം.
നമ്മുടെ ലാലേട്ടനെ പോലെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് വരുന്ന പാൽക്കാരൻ, പിന്നെ നല്ല മുൾവേലികളും ചുമട് താങ്ങിയും ശരിക്കും പറഞ്ഞാൽ ഒരു പാലക്കാടൻ ഫ്രെയിമാണ് ഈ ഇടച്ചിറ. ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഹൃദയം സിനിമയിലൂടെ ഫേമസ് ആയ നമ്മുടെ അയ്യപ്പേട്ടൻ്റെ കട, പ്രണവ് കല്യാണിക്ക് ബൺ പൊറാട്ടയും ബീഫും മേടിച്ചു കൊടുക്കുന്ന അതേ കട തന്നെ. അതുവരെ കൊല്ലംകോട്ടുകാർ മാത്രം ആസ്വദിച്ചിരുന്ന അയ്യപ്പേട്ടൻ്റെ ചോറിൻ്റെയും കറികളുടെയും രുചി കേരളം മൊത്തം അറിയിച്ചത് ഹൃദയം മൂവിയാണ്. വയറ് നിറയെ നല്ലൊരു സദ്യ കഴിച്ചു, പായസം കുടിച്ചു. സദ്യ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഉണ്ണിക്കൊരു ഉറക്കം പതിവാണ് എന്ന് പലരും പറയുന്നത് കേട്ടിട്ടാണോ എന്തോ നമ്മുടെ കമ്മിറ്റിക്കാർ അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് പറഞ്ഞു. ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം. എന്നാൽ പിന്നെ ഒട്ടും സമയം കളയണ്ട, നേരെ അങ്ങോട്ടാവാന്നായി എല്ലാവരും. ചിങ്ങഞ്ചിറയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അത് വേറൊരു ലോകമാണ്. ചിങ്ങഞ്ചിറയിലെ പ്രകൃതി ക്ഷേത്രം വളരെ വലിയൊരു അത്ഭുതമാണ്. ഒരുപാട് ആൽമരങ്ങൾ വലിയൊരു കുട പോലെ സ്ഥിതി ചെയ്യുകയാണ്. അതിൻ്റെ ഉള്ളിലാണ് ഈ ക്ഷേത്രം. വിശ്വാസികൾ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവാനും കുട്ടികളുണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് നേർച്ചകൾ ചെയ്ത് നമുക്ക് അവിടെ കാണാൻ പറ്റും. ശരിക്കും പാലക്കാടിൻ്റെ ചൂടിൽ പ്രകൃതി ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര കൂളിംഗ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ. ഇവിടെ കുറച്ച് നേരം എല്ലാവരും ഒന്ന് ചുറ്റിനിരുന്ന് കുറേ പാട്ടുകളൊക്കെ പാടി. അതിനിടയിലാണ് നമ്മൾ ഈ പാട്ട് പാടുന്നതും കളിച്ച് ചിരിച്ച് സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിലേക്ക് കയറി വരുന്നത്. ഞാനൊരു പാട്ട് പാടിക്കോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട്. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഞെട്ടി. പിന്നെ ആൾ പാട്ട് പാടിയപ്പോഴാണ് അതൊരു ഒന്നൊന്നര ശബ്ദമായിരുന്നു. ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൻ ആകാശഗംഗയും ആമ്പൽക്കുളം ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട് അതിൽ ചന്ദന പടിയുള്ള ഒന്നു ഞാൻ. 1970-കളിലെ പാലക്കാട്ടേക്ക് ഒരു തിരിച്ചുപോക്ക് സാധ്യമാണോ? ഒരു ടൈം ട്രാവൽ. ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മുടെ ചെല്ലപ്പേട്ടൻ്റെ ചായക്കട. അതൊന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. ഏകദേശം 19 കൊല്ലം പഴക്കമുള്ള ആ ചായക്കടയ്ക്ക് ഇന്നും യാതൊരു രീതിയിലുള്ള മോഡിഫിക്കേഷൻ വരുത്താതെ അതേ തനിമയോടെയാണ് മൂപ്പര് നിലനിർത്തുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന ചായയും സ്പെഷ്യൽ പരിപ്പോടെയുണ്ട്. അത് അനുഭവിച്ചറിയാൻ തന്നെ വേണം. ചിങ്ങഞ്ചിറയിലേക്ക് പോണ വഴിക്ക് നമ്മൾ സ്പോട്ട് ചെയ്ത ഒരു കള്ളുഷാപ്പുണ്ട്. നമ്മുടെ ഈ ചെല്ലപ്പേട്ടൻ്റെ കടയുടെ ഒരു 50 മീറ്റർ അപ്പുറത്താണ് ഈ കള്ളുഷാപ്പ് ഉള്ളത്. വഴിയരികിൽ പതികനായി ചിരിച്ചു നിൽക്കും ബൈജു, അതി കിട്ടിയാൽ ഓടയ്ക്കുള്ളിൽ കിടന്നുറങ്ങും ബൈജു. അയ്യപ്പം ബൈജു, അയ്യപ്പം ബൈജു. പാലക്കാടിൻ്റെ ചങ്കിൽ ഒളിച്ചിരിക്കുന്ന കൊല്ലംകോടിൻ്റെ കാഴ്ചകൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ നേരിട്ട് പോകുന്നു വേണം. നമ്മൾ എത്ര വീഡിയോ എടുത്താലും എത്ര ഫോട്ടോസ് എടുത്താലും അത് നമുക്ക് അതിൻ്റെ ആ തനി തനിമയിൽ അനുഭവിക്കാൻ പറ്റില്ല. തനി നാട്ടുമ്പുറങ്ങളാണ് കൊല്ലംകോട്. ഇന്നും കൃഷി നടത്തുന്ന ആ കൃഷിയുടെ വൈക്കോലൊക്കെ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന വീടുകളും കളപ്പുരകളും തറവാടുകളും ക്ഷേത്രങ്ങളും, അതിലുപരി എത്ര അപരിചിതരാണെങ്കിലും നമ്മളോട് ചിരിക്കുന്ന കുറേ മുഖങ്ങളാണ് പാലക്കാടുള്ളത്.
നമ്മുടെ ഈ ഗ്രാമങ്ങളിലുള്ളത്. അതെല്ലാം ഒന്ന് നേരിട്ട് അറിയാൻ ഒരു ദിവസം കൊല്ലങ്കോട് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. നമുക്ക് ഒരിക്കലും വേസ്റ്റാണെന്ന് തോന്നാത്തൊരു മൊമെൻറ്റ്സ് ആയിരിക്കും നമുക്ക് ലൈഫിൽ കിട്ടുന്നത്. എന്തായാലും ഇന്ന് നമ്മൾ ഈ യാത്രയ്ക്ക് ഇവിടെ നിന്ന് സൈനിങ് ഓഫ് പറയാണ്. കൊല്ലങ്കോട് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒരിക്കലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു സ്ഥലം തന്നെ നമുക്ക് വീണ്ടും വീണ്ടും പോയി കാണാനും തോന്നും. ഇനിയും കൊല്ലങ്കോട്ട യാത്രകൾ നമ്മുടെ ചാനലിൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫീഡ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ സ്റ്റേ ട്യൂൺഡ്. This is Nikhil Shivadas signing off from Little Habit Media with Palakkatukar and Discover Palakkad. Thank you so much.